ഹമാസിന് ഭീഷണിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹമാസ് എത്രയും വേഗം ആയുധം ഉപേക്ഷിക്കണമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. സമാധാന കരാർ അനുശാസിക്കുന്നത് പോലെ ഹമാസ് ആയുധം ഉപേക്ഷിക്കണമെന്നും ഇല്ലെങ്കിൽ ഫലം പ്രയോഗിച്ച് ഹമാസിനെ നിരായുധീകരിക്കുമെന്നുമാണ് ട്രംപിന്റെ ഭീഷണി. ആയുധം ഉപേക്ഷിക്കാൻ ഹമാസ് തയ്യാറായിരുന്നതായി ട്രംപ് പറയുകയുണ്ടായി. ഞാൻ ഹമാസുമായി സംസാരിച്ചു. ആയുധം ഉപേക്ഷിക്കുമെന്ന് അവർ എന്നോട് പറഞ്ഞു. ഹമാസിന്റെ നിരായുധീകരണം ഉടൻ നടപ്പിലാക്കും. ഒരുപക്ഷെ ഇതിന് അമേരിക്കക്ക് ബലം പ്രയോഗിക്കേണ്ടി വന്നേക്കും. ഹമാസിനെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്, ട്രംപ് പറഞ്ഞു. ഹമാസിന്റെ നിരായുധീകരണം എത്ര വേഗം നടപ്പാക്കുമോ അത്രയും നല്ലതാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അതേസമയം ഗാസയിലെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ഹമാസ് വീണ്ടും ആയുധമണിയുകയാണെന്ന് അമേരിക്കക്ക് അറിയാമെന്ന് ട്രംപ് പറഞ്ഞു. ഒരു നിശ്ചിത സമയത്തേക്ക് ഞങ്ങൾ അവർക്ക് അതിന് അനുമതി നൽകിയതായും അദ്ദേഹം പറഞ്ഞു. നശിപ്പിക്കപ്പെട്ട പ്രദേശങ്ങളിൽ വലിയ കുറ്റകൃത്യങ്ങളോ സുരക്ഷാ പ്രശ്നങ്ങളോ ഇല്ലെന്ന് നിരീക്ഷിക്കുന്ന ചുമതല അമേരിക്ക ഹമാസിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. ഗാസ കരാറിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നതായും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ അറിയിച്ചിട്ടുണ്ട്. മരിച്ച ബന്ദികളുടെ ശേഷിക്കുന്ന മൃതദേഹങ്ങൾ കൈമാറാൻ US പ്രസിഡന്റ് ഹമാസിനോട് ആവശ്യപ്പെട്ടു. US പിന്തുണയുള്ള ഗാസ വെടിനിർത്തൽ കരാറിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിന് ഈ നടപടി ആവശ്യമാണ്. ഒരു വലിയ ഭാരം നീക്കി, പക്ഷേ ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടില്ല. ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ തന്റെ പോസ്റ്റിൽ ഇങ്ങനെയായിരുന്നു എഴുതിയത്. മുഴുവൻ ബന്ദികളുടെയും മൃതദേഹങ്ങൾ തിരികെ നൽകുമെന്ന വാഗ്ദാനം ഹമാസ് നിറവേറ്റിയിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു. ബന്ദികൾ തിരിച്ചെത്തിയാൽ അടുത്ത ഘട്ടം ഗാസയുടെ നിരായുധീകരണമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞിരുന്നു. ആദ്യം ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിക്കണം. രണ്ടാമതായി ഗാസക്കുള്ളിൽ ആയുധ ഫാക്ടറികൾ ഇല്ലെന്നും ഗാസയിലേക്ക് ആയുധങ്ങൾ കടത്തുന്നില്ലെന്നും നാം ഉറപ്പാക്കണം. അതാണ് നിരായുധീകരണം. ഹമാസ് ആയുധം ഉപേക്ഷിക്കാൻ വിസമ്മതിച്ചിട്ടുണ്ട്. ഹമാസിനെ സമാധാനപരമായി നിരായുധീകരിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ലക്ഷ്യം കൈവരിക്കാൻ US പ്രസിഡന്റ് വ്യക്തമാക്കിയതുപോലെ ബലപ്രയോഗത്തിനും ഞങ്ങൾ തയ്യാറാണ്, നെതന്യാഹു പറഞ്ഞു.